ഹലോ ഗൈസ്, ഞാൻ ഇന്നുണ്ടല്ലോ ഒരു പുതിയ എക്സ്പെരിമെൻറ്റുമായിട്ട് ഇറങ്ങിയേക്കും കേട്ടോ. ദുബായ് ചോക്ലേറ്റ് എന്നും പറഞ്ഞ് കുറേ ദിവസങ്ങളായിട്ടും കുറേ നാളുകളായിട്ടും ഞാൻ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ്. പിസ്റ്റാച്ചിയോ ഒക്കെ വെച്ചിട്ട് അടിപൊളി ക്രഞ്ചി ആയിട്ടുള്ള ചോക്ലേറ്റ് ആണ് എന്നൊക്കെ പറഞ്ഞ് ഞാനൊന്ന് ട്രൈ ചെയ്തു കേട്ടോ. എനിക്കിഷ്ടമായി, നല്ല അടിപൊളിയായിരുന്നു. അപ്പം ഞാൻ ഓർത്തെന്നാൽ പിന്നെ അതൊന്ന് ഉണ്ടാക്കി നോക്കാം. അതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് പിസ്റ്റാച്ചിയോ, പിന്നെ ഇതുണ്ടത് വെർമിസെല്ലി, പിന്നെ ചോക്ലേറ്റ്, പിന്നെ ബട്ടർ, അത്രേ ഉള്ളൂ. അതിൻ്റെ കാര്യമുള്ളൂ. പക്ഷേ ഇത് ചോക്ലേറ്റ് മോൾഡ് വേണം കേട്ടത് ഉണ്ടാക്കാം. പക്ഷേ എൻ്റെ ഇല്ല ചോക്ലേറ്റ് മോൾഡില്ല. ഞാനെന്നാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് ഓർത്തു. എക്സ്പെരിമെൻ്റ് അല്ലേ, അത് എവിടം വരെ എത്തുമെന്നൊന്നും നമുക്ക് ഒരു പിടിയില്ല. പക്ഷെ എന്നാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് ഓർക്കും കേട്ടോ. നോക്കാം നമുക്ക് എങ്ങനെയാണെന്ന്. അപ്പം ഇതെന്നാ ചെയ്യണമെന്ന് വെച്ചാൽ, ഈ പിസ്റ്റാച്ചിയോ ഉണ്ടല്ലോ, ഇത് ഞാനൊന്ന് അരച്ചെടുക്കാൻ പോവുകയാണ്. നല്ലോണം ഒന്ന് ഗ്രൈൻഡ് ചെയ്ത് ഇച്ചിരി ബട്ടറൊക്കെ ഇട്ടൊന്ന് അരച്ചെടുക്കാൻ പോവുകയാണ്. പിന്നെ ഇത് വെർമിസെല്ലി, ഇത് റോസ്റ്റഡ് ആണ് കേട്ടോ. ഇത് ബട്ടറൊക്കെ ഇട്ടൊന്ന് റോസ്റ്റ് ചെയ്ത് വെച്ചതാണ്. പിന്നെ ഇത് നമ്മൾ ഇത് ഞാൻ ഹെർഷീസിൻ്റെ ഉണ്ടല്ലോ ചോക്ലേറ്റ് വാങ്ങിയതാണ്. പിന്നെ ചെറിയ ഒരു നമുക്ക് ചോക്ലേറ്റ് ബാറായിട്ട് വേണമെങ്കിൽ ഇത് ചെയ്യാം, അല്ല ചിപ്സായിട്ട് ചോക്ലേറ്റ് ചിപ്പ് കിട്ടും. എല്ലാവരും പറയുന്നത് ചോക്ലേറ്റ് ബാറായിരിക്കും പെർഫെക്റ്റ് ആയിട്ട് വരിക എന്നുള്ളതാണ്. പക്ഷെ എന്താണ്, ഞാൻ ചോക്ലേറ്റ് ബാറും ഉണ്ട്, എൻ്റെ ചോക്ലേറ്റ് ചിപ്സും ഉണ്ട്. ഞാൻ രണ്ടും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് നല്ലോണം ഒന്ന് മെൽറ്റ് ആക്കിയിട്ട് നമുക്ക് പിസ്റ്റാച്ചിയോ അരച്ചിട്ട് അത് നല്ലപോലെ ഗ്രൈൻഡ് ചെയ്തെടുത്ത് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ്. അങ്ങനെ ഞാൻ എൻ്റെ പിസ്റ്റാച്ചിയോയുടെ ഗ്രൈൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം ബട്ടറൊക്കെ ഇട്ടാട്ടോ ഗ്രൈൻഡ് ചെയ്തെടുത്ത്. ഇത് ചോക്ലേറ്റ് നമ്മൾ മുമ്പേ കാണിച്ച ചോക്ലേറ്റ് ഞാൻ മെൽറ്റ് ചെയ്തെടുത്തു. ഇനി നമ്മുടെ നെക്സ്റ്റ് പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് ഈ പിസ്റ്റാച്ചിയോയും ഈ വെർമിസെല്ലിയും കൂടെ ഒന്ന് മിക്സ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം നല്ലപോലെ ഞാൻ രണ്ടും കൂടി വെർമിസെല്ലിയും ഈ പിസ്റ്റാച്ചിയോ ഗ്രൈൻഡ് ചെയ്തും കൂടി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ മെൽറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ഈ ചോക്ലേറ്റ് ഒരു പാത്രത്തിലോട്ട് നമ്മളിട്ട് കൊടുക്കുവാണ്. അത് ആക്ച്വലി ചോക്ലേറ്റ് മോൾഡിലോട്ടാണ് ഇട്ട് കൊടുക്കേണ്ടത്. എനിക്ക് ചോക്ലേറ്റ് മോൾഡ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒരു ബേക്കിംഗ് പ്ലേറ്റ് പോലെ ജസ്റ്റ് ഒരു ബേക്കിംഗ് ചെയ്യുന്ന ഒരു ഡിഷ് എടുത്തിട്ട് അതിനകത്തേക്ക് ഞാൻ ഈ ചോക്ലേറ്റ് ഒന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഒന്ന് ജസ്റ്റ് ഇട്ട് ആദ്യത്തെ ഒരു ലെയറായിട്ട്, ഫസ്റ്റ് ലെയർ ചോക്ലേറ്റ്, പിന്നെ സെക്കൻഡ് ലെയർ ചോക്ലേറ്റ്, അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. പിന്നെ ഒരു ലെയറായിട്ട് ഞാനൊന്ന് ഒരു പാത്രത്തിലോട്ട് ജസ്റ്റ് ഒന്ന് ഇത് ചെയ്ത് കേട്ടോ. ഇതിപ്പോൾ എന്താണെന്ന് വെച്ചാൽ മോൾഡ് ഇല്ലാത്തതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആ ചോക്ലേറ്റിൻ്റെ ഷേപ്പൊന്നും വരത്തില്ല. പക്ഷെ നോക്കാം. ഇതൊരു ലെയർ ഞാൻ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്ത് ചോക്ലേറ്റ് ചേർത്തു. ഇനി ഈ പിസ്റ്റാച്ചിയോ നമ്മൾ ഗ്രൈൻഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്, അല്ല മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന പിസ്റ്റാച്ചിയോ വെർമിസെല്ലി നമ്മളതിൻ്റെ മുകളിലേക്ക് അടുത്ത ലെയറായിട്ട് ഇടുവാണേ. എന്നിട്ട് അത് ലെയറാക്കി ഞാൻ അത് വെർമിസെല്ലി ആൻഡ് പിസ്റ്റാച്ചിയോ ഇതാണ്ട് ലെയറാക്കി അതിൻ്റെ മുകളിലിട്ട്, ഇനി ഇതിൻ്റെ മുകളിൽ നമ്മൾ ടോപ്പിംഗ് ആയിട്ട് വീണ്ടും മെൽറ്റ് ചെയ്ത് വെച്ചിരുന്ന ആ ചോക്ലേറ്റ് അടുത്ത ലെയറായിട്ട് ഇടുവാണ്. ഇത് ലെയറായിട്ട് ഇട്ട് കേട്ടോ. ഇനി ഞാൻ ഇതിനകത്ത് ഒരു പരീക്ഷണം കൂടെ നടത്താൻ പോകും, ഒരു ചെറിയൊരു എക്സ്പെരിമെൻ്റ് കൂടെ. നോർമലി ഇത്രയും ഉള്ളൂ ദുബായ് ചോക്ലേറ്റ് എന്ന് പറയുന്ന ഒരു സംഭവത്തിൻ്റെ ഈ ഒരു ലെയറും കൊണ്ട് തീരുവാണ്. ഞാൻ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ, ഒരല്പം പിസ്റ്റാച്ചിയോ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. അത് ഇതിൻ്റെ മുകളിലോട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുത്ത് നോക്കുവാണേ. ഇങ്ങനെ ഞാനൊന്നിട്ട് ഇനി ഞാനിതൊന്ന് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി എന്ന് ചിലരൊക്കെ പറയുന്നു. പക്ഷെ ഞാൻ ഏതായാലും ഒന്ന് കുറച്ച് നേരം ഫ്രീസറിലൊന്ന് വെച്ച് നോക്കുവാണ്. എന്നിട്ട് നമുക്കൊന്ന് എടുത്ത് നോക്കാം. ഇത് മോൾഡില്ലെന്ന് പറഞ്ഞില്ല, അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ ജസ്റ്റ് ഇതെന്ന് വെച്ച് ജസ്റ്റ് ഒന്ന് ചെറിയ ഒരു ലൈൻ ഇട്ട് കൊടുത്തു കേട്ടോ, ഒരു ചോക്ലേറ്റിൻ്റെ ഒരു ഷേപ്പ് തോന്നിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ഞാനിത് ഫ്രീസറിൽ നിന്ന് നമ്മുടെ ദുബായ് ചോക്ലേറ്റ് സ്റ്റൈലിലുള്ള ചോക്ലേറ്റ് പുറത്തെടുത്ത്. ഇതുകൊണ്ട് ഞാൻ പറഞ്ഞില്ലായിരുന്നു നമുക്ക് മോൾഡൊന്നും ഇല്ലാന്ന്. ഞാൻ ജസ്റ്റ് ചുമ്മാ ഒരു പാത്രത്തിലോട്ട് വെച്ചായിരുന്നു. അപ്പോൾ നമുക്കിതൊന്നും എങ്ങനെയാണെന്ന് നോക്കാം. ക്രഞ്ചിയാണോ, ആ ദുബായ് ചോക്ലേറ്റ് പോലെ തന്നെ അത് ക്രഞ്ചിയാണോ, എങ്ങനെയാണ് ടേസ്റ്റ് ഉണ്ടോ എന്നൊക്കെ നോക്കാം. ഞാനിതൊന്ന് ബ്രേക്ക് ചെയ്ത് നോക്കട്ടെ കേട്ടോ. ബ്രേക്ക് ചെയ്യാൻ പറ്റുമെന്നറിയില്ല, കാരണം നല്ല കട്ടിയുണ്ട്. നോക്കട്ടെ, ഭയങ്കര കട്ടിയാണ്. ഇങ്ങോട്ടേക്ക് എടുത്ത് വെച്ച് നോക്കട്ടെ. ഓക്കെ, ഞാൻ കട്ട് ചെയ്യാൻ പോട്ടോ. ഓക്കെ, ഇതേ കണ്ടോ, ഇതിങ്ങനെ മോൾഡ് ചെയ്യുന്ന നമ്മൾ ആ മോൾഡിനകത്ത് നിന്നാണെങ്കിൽ നല്ല രീതിയിൽ ഷേപ്പിൽ തന്നെ കിട്ടും കേട്ടോ. പക്ഷെ നമുക്ക് മോൾഡൊന്നും ഇല്ലാത്തതുകൊണ്ടാണ്. പക്ഷെ ഇതാണ്ട് എന്തോ അതിന് പറയുന്നത്, കുനാഫയോ വാട്ട് എവർ ഇറ്റ് മേ ബി, ഐ ഡോണ്ട് നോ എക്സാക്ട് ദ വേർഡ്. പക്ഷെ ഇത് വെർമിസെല്ലിയും ആ പിസ്റ്റാച്ചിയോയും കൂടെ ഉള്ള ഇതാണ് കേട്ടോ. അത് നമുക്ക് നോക്കാം, കഴിക്കാൻ പറ്റുമോ, അത് ക്രഞ്ചിയാണോ എന്ന് കഴിച്ച് നോക്കട്ടെ കേട്ടോ. എൻ്റെ മോഡയിൽ കൊടുത്ത് നോക്കാം, അവൾ കഴിച്ച് നോക്കട്ടെ. എക്സാക്ട്ലി കേട്ടോ, ആ ടേസ്റ്റ്, ആ ക്രഞ്ചിനെസ്, everything is there. Oh, absolutely, it is wonderful, very tasty.
അപ്പം നിങ്ങളും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഇതാണ് അപ്പോൾ നമ്മുടെ ദുബായ് സ്റ്റൈൽ ചോക്ലേറ്റ്. താങ്ക് യു ഫോർ വാച്ചിങ്.